പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ കരിമ്പ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ഷുഹദയെ ജനങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ ഇത്തവണ കരിമ്പക്കാരുടെ മുന്നിലേക്ക് എത്തുന്ന സ്ഥാനാർത്ഥി എത്ര ഉയരമുള്ള മരവും കഠിനമായ പ്രതിസന്ധികളും കീഴടക്കുന്ന അയൺ ലേഡിയാണ്. ऐसा बेल्ट लेगा कोई दर्द नहीं आएगा. हम सबके जो काम किए हैं, फौजी के साथ काम किए, पुलिस का, फायर फोर्स, फॉरेस्ट, सब डिपार्टमेंट में जाता हूँ. ഏത് അപകട സാഹചര്യത്തിലും ദുരന്ത ഭൂമിയിലും ഓടിയെത്തുന്ന പാലക്കാട്ടുകാരുടെ കരിമ്പ ഷമീർ. മരങ്ങേറൽ ഉൾപ്പെടെ എന്ത് സാഹസിക ജോലിയും ഷമീർ അനായാസം കീഴടക്കും. രാജ്യത്തുടനീളം ഓടി നടന്ന് ആളുകൾക്ക് മരംകയറ്റം പഠിപ്പിച്ചിരുന്ന ഷമീർ കഴിഞ്ഞ വർഷമാണ് 42-ാം വയസ്സിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അന്ന് സാധാരണ വീട്ടമ്മയായിരുന്നു ഷമീറിന്റെ പ്രിയപത്നി ഷുഹദ. മക്കളെ വളർത്താൻ, കുടുംബം പോറ്റാൻ പല ജോലികളും ഷുഹദ പയറ്റി നോക്കി. ഒന്നും വിജയിക്കാതെ വന്നതോടെ ഷമീർ പഠിപ്പിച്ച വഴിയിലേക്ക് ഷുഹദ നടന്നു. ഇന്ന് ഉയരങ്ങൾ ഷുഹദയ്ക്ക് തടസ്സമല്ല. ഷമീർ പഠിപ്പിച്ച പാഠങ്ങളിലൂടെ സാഹസികമായതെന്നും ഷുഹദ മറികടക്കും. ആ ആത്മവിശ്വാസത്തിലാണ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ കരിമ്പ ഡിവിഷനിൽ നിന്നും ഷുഹദ ഷമീർ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കരിമ്പക്കാരന് മാത്രമല്ല, മൊത്തത്തിൽ പൊതുവല്ല എല്ലാവർക്കും അവകാശപ്പെട്ടതാ ഷമീർക്ക. ഈ അപകടങ്ങൾ വരുമ്പോഴും രാത്രി 12 മണിക്ക് പോയി പിന്നെ 1 മണി 1:30 2 മണിക്ക് വന്ന് വീണ്ടും എണിച്ച് പോകുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളത്, എൻ്റെ ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളത് ഒരു വിശ്വാസത്തിൽ ഇറങ്ങുന്നത്. ഷമീറിനെ സ്നേഹിച്ച കരിമ്പ ഷുഹദയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് മുന്നണി നേതാക്കൾ. പഞ്ചായത്തിലത്തെ ജനങ്ങൾ, ഞങ്ങളുടെ ഡിവിഷനിലത്തെ ജനങ്ങൾ എല്ലാവരും ഷമീറിനെ അറിയാത്ത ആളുകൾ വളരെ ഇല്ല, എല്ലാവരും അറിയുന്ന ആളാണ്. അപകടഘട്ടങ്ങളിലൊക്കെ അതിൽ ഓടി വന്ന് അതിലെല്ലാ സഹായങ്ങളും ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പ്രതിബദ്ധത ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു എനിക്ക് ഇവരോടുണ്ട്. അപ്പോൾ ഇവരിനെ ഞങ്ങൾ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ കഴിയുന്ന പരമാവധി ഞങ്ങൾ ശ്രമിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ബിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കൻ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.